ഹായ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. +1 ഇംഗ്ലീഷിലെ ഫോക്കസ് ഏരിയ റിലേറ്റഡ് ഡിസ്കഷനാണ്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഓരോ പാഠത്തിലെയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചിന് നമുക്ക് സഹായകമാകും. ഒന്നാമത്തെ ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള പാഠത്തിൽ ദ മദർ സീഗളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ മദർ സീഗൾ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഹോഫ്ലയർഡ്. Then she appeared to be a tough but motivating character. In reality, she is loving and caring. ഓക്കെ, ഒരു ടഫ് ക്യാരക്ടറായിട്ട് കാണുന്നെങ്കിലും പക്ഷേ ഒരു മോട്ടിവേറ്റിംഗ് ക്യാരക്ടറാണ് മദർ സീഗൾ എന്നുള്ളത്. യാഥാർത്ഥ്യത്തിൽ ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. അവളെ നല്ല അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നാണ് പറയുന്നത്. ഷീ നോ ഹെർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അവൾക്കറിയാം അവളുടെ മക്കളെ മറ്റുള്ളവരെക്കാൾ നന്നായി അറിയാം. ഷീ റിയലൈസസ്, അവൾ തിരിച്ചറിയുന്നു ദാറ്റ് ഹെർ ലിറ്റിൽ വൺ നീഡ് ലോട്ട് ഓഫ് മോട്ടിവേഷൻ. അല്ലേ, അവളുടെ ചെറിയ കുഞ്ഞിന് ധാരാളം മോട്ടിവേഷൻ ആവശ്യമുണ്ട് അല്ലേ, ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈയിങ്. അവന് ആദ്യത്തെ പറക്കാൻ പ്രാപ്തനാക്കുന്നതിന് ധാരാളം മോട്ടിവേഷൻസ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷീ ക്രിയേറ്റ് ചലഞ്ചിങ് സിറ്റുവേഷൻ ഫോർ യങ് സീഗൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൾ സൃഷ്ടിക്കുന്നു എ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഫോർ ദ യങ് സീഗൾ ടു മേക്ക് ഹെർ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പറക്കലിന് വേണ്ടിയിട്ടുള്ള യങ് സീഗളിനെ അതിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസ് അവൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഷീ അപ്പിയേഴ്സ് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹാൾട്ട് ഇൻ ദി എയർ. അവിടെ ഒരു പീസ് ഓഫ് ഫിഷ് ആയിട്ട് വരുന്നു, പക്ഷേ ആ യങ് സീഗളിൻ്റെ കൊക്കിന് എത്തുന്നതിന് മുമ്പ് ചുണ്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സമയം ഹാൾട്ട് ഇൻ എയർ, വായുവിലിങ്ങനെ നിൽക്കുകയാണ്. ദെൻ മാഡൻ ബൈ ഹങ്കർ, ഈ ഭ്രാന്ത് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് ഭ്രാന്ത് കയറിയിട്ടുള്ള യങ് സീഗൾ ഡൈവ് ഫോർ ഫിഷ്. ആ ഫിഷിൻ്റെ പീസിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്യുന്നു. ദ മദർ ഹെൽപ്പ് ദ യങ് സീഗൾ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ബിക്കം സെൽഫ് റിലയൻറ്റ്. മദർ സീഗൾ ഹെൽപ്പ് ചെയ്യുന്നു യങ് സീഗളിനെ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും സെൽഫ് റിലയൻ്റ് ആയിട്ട് നിൽക്കുന്നതിനും വേണ്ടിയിട്ട് യങ് സീഗളിനെ മദർ സീഗൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. പാരൻസ് ആർ അവർ ഫസ്റ്റ് ടീച്ചർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പാരൻറ്റ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദയർ ചിൽഡ്രൻ. മക്കളുടെ യഥാർത്ഥത്തിലുള്ള ആദ്യത്തെ അച്ഛനമ്മമാരാണ് ആദ്യത്തെ ടീച്ചേഴ്സ് എന്നുള്ളതാണ്. ചിൽഡ്രൻ ലേൺ ലെസൺ ഓഫ് ലൈഫ് മോസ്റ്റ്ലി ഫ്രം ഹോം. കുട്ടികൾ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്, ചിൽഡ്രൻ ലേൺ ദ ലെസൺ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് മോസ്റ്റ്ലി ഫ്രം ഹോം എന്നാണ് പറയുന്നത്. മദർ സീഗൾ ഇൻ ദ സ്റ്റോറി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ മദേഴ്സ്. എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു മോട്ടിവേറ്ററായിട്ടുള്ള ഈ യങ് സീഗളിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന മദർ സീഗളാണ് എല്ലാ അമ്മമാർക്കുമുള്ളൊരു റോൾ മോഡൽ എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാമെന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിലെ രണ്ടാമത്തെ ക്യാരക്ടറാണ് യങ് സീഗൾ എന്നുള്ളത്. യങ് സീഗൾ ഈസ് എ ക്യാരക്ടർ. എങ്ങനെ എഴുതേണ്ടി? ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഹോഫ്ലയർഡ്. ദെൻ ഈ ലെഫ്റ്റ് അലോൺ ഓൺ ദി ലഡ്ജ്. ആ വലിയ ഇടുക്കിൽ അവൻ ഒറ്റപ്പെടുകയാണ്. he was afraid to fly. അവന് പറക്കാൻ പേടിയാണ്, ഭയമാണ്. he lacked confidence. ധൈര്യമില്ല, പറക്കുന്നതിന് വേണ്ടിയിട്ട് ധൈര്യമില്ല. he thought his wings would not support him. പറക്കുമ്പോൾ ചിറകടിച്ച് പറക്കുന്ന സമയത്ത് അവൻ്റെ ചിറകുകൾ അവന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. Then he also afraid the vast expanse of sea. നീണ്ട് പരന്ന് കിടക്കുന്ന ആ സീയുടെ എക്സ്പാൻസ്, ആ വിദൂരത അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. His siblings flew to other sides. അവൻ്റെ ഒപ്പമുള്ള സഹോദരികൾ
അവരെല്ലാവരും ചിറകിട്ടടിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ യങ് സീഗൾ വാസ് സ്റ്റാവിങ് ഫോർ ലോങ് ടൈം. കഠിനമായിട്ടുള്ള വിശപ്പ് യങ് സീഗളിന് പിടികൂടുന്നു. ഹിസ് പാരൻറ്റ് ട്രൈഡ് ടു മോട്ടിവേറ്റ് ഹിം. അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അവൻ്റെ പാരൻസ്. ഹിസ് മദർ അപ്രോച്ച്ഡ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഹാൾട്ടഡ് ഇൻ ദി എയർ. അവൻ്റെ മദർ വരുന്നു, ഒരു പീസ് ഓഫ് ഫിഷ് ആയിട്ട് വരുന്നു. ഹാൾട്ടഡ് ഇൻ ദി എയർ, നമ്മൾ നേരത്തെ മദേഴ്സിൻ്റെ ക്യാരക്ടറിൽ പറഞ്ഞു. മാഡൻ ബൈ യങ് സീഗൾ ഡൈവ്ഡ് ഫോർ ദി ഫിഷ്. ദെൻ ലേറ്റർ ദാറ്റ് ഹെൽപ്ഡ് ഹിം ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ ജേണി ഓഫ് 1000 മൈൽ ബിഗിൻ വിത്ത് സിംഗിൾ സ്റ്റെപ്പ് എന്നുള്ള കാർഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാമെന്നുള്ള. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ഫ്ലൈറ്റിലെ ക്യാരക്ടർ സ്കെച്ച്. ദെൻ അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ.